ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റാണ് റെഡിയാക്കുന്നത്, പെപ്പർ ഞണ്ട് റോസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഞണ്ട് റോസ്റ്റ് റെഡിയാക്കാനായിട്ട് ആദ്യം ഇതിലേക്കുള്ള കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 8-10 ചെറിയുള്ളി, ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, 1.5 ടീസ്പൂൺ വലിയ ജീരകം പെരുംജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ചെറിയ ജീരകം ഒരു ഇത്തിരി ഉണ്ടെങ്കിൽ നല്ലതാണ്, പക്ഷെ അളവ് കൂടണ്ട കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഒരുപാട് അരച്ച് പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴേക്കും ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ ഒതുക്കിയെടുത്തിട്ടുള്ള ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് തന്നെ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചതച്ചത് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ച സമയത്ത് ഒരു 1-2 വറ്റൽമുളക് ഉണക്കമുളക് അതിൽ തന്നെ ഇട്ടിട്ട് ഒതുക്കിയെടുത്താലും മതിയാകും. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് പച്ചമണം മാറി വരുന്ന സമയത്ത് ഒരു 3-4 പച്ചമുളക് എരിവിന് ആവശ്യമായിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട് ഇതൊന്നുകൂടെ അങ്ങ് വഴറ്റിയെടുക്കുക. ഇതുപോലെ ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു ജീരകത്തിൻ്റെ ഒക്കെ ഒതുക്കിയെടുത്ത കാര്യങ്ങൾ എണ്ണയിലേക്ക് മൂപ്പിച്ചിട്ട് നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ റോസ്റ്റിന് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള 3 സവാള ചെറുതായി മുറിച്ചതാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുക്കാം. ഉള്ളി അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അത്യാവശ്യം നല്ലൊരു കളറൊക്കെ മാറി വരുന്നത് വരെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു ഇത്തിരി കൂടെ വെളിച്ചെണ്ണ ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. മസാലപ്പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ ഒരു പച്ചമണം മാറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ വളരെ ചെറിയ തീയിൽ വെക്കണേ മസാലപ്പൊടികൾ ചേർക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്കൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാരണം നമ്മളിത് പെപ്പർ റോസ്റ്റ് ആയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുളക് പൊടി വളരെ കുറച്ച് മതി. ഒരു കുരുമുളകിൻ്റെ കളറാണ് മുൻപിൽ നിൽക്കുന്നത്. അപ്പം ഈ ഒരു മസാലപ്പൊടികൾ ഇത്രയേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. ഗരം മസാല കുരുമുളക് പൊടിയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുന്നവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള തക്കാളി ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളി അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് വെന്തുടഞ്ഞ് വരണം. ആ ഒരു രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടണമെങ്കിൽ ഒന്നങ്ങ് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ വഴന്ന് റെഡിയായി കിട്ടിക്കോളും. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയ 2 പീസ് കൊടംപുളി ചേർക്കുന്നുണ്ട്. ഒരു ഇത്തിരി നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. നല്ല പുളിയുള്ള പുളിയാണെന്നുണ്ടെങ്കിൽ 1 പീസ് തന്നെ മതിയാകും. കാരണം ഈ ഒരു ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് പുളി കൂടുതൽ വേണ്ട. എന്നാൽ ചെറിയ രീതിയിൽ ഒരു ഇത്തിരി പുളി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പുളി ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് ചേർത്ത് കൊടുക്കണം. 1/2 കിലോ ഞണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഞണ്ടിൻ്റെ അളവ് എന്ന് പറയുമ്പോൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമുള്ള അളവാണ് 1/2 കിലോ എന്ന് പറയുന്നത്. ഞണ്ട് വൃത്തിയാക്കി എടുക്കുന്ന സമയത്ത് കാലൊക്കെ ഈ ഒരു ഞണ്ടിൻ്റെ കാലെടുക്കുന്ന സമയത്ത് അതിലുള്ള ഒരു മുള്ള് പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ കളയുന്നതായിരിക്കും നല്ലത്. അതല്ലാന്നുണ്ടെങ്കിൽ കഴിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ മുള്ള് കുത്തുന്നൊരു പ്രശ്നം വരും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. കുറച്ചുകൂടെ ഉപ്പ് എന്തായാലും വേണ്ടി വരും. അതുകൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞണ്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഏത് റെസിപ്പി ചെയ്യുകയാണെങ്കിലും അത് എപ്പോഴും ഫ്രഷ് ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കാരണം വാങ്ങിച്ച് കുറേ ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നീട് എടുത്ത് കറി വെക്കുകയാണെങ്കിൽ അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. അന്ന് തന്നെ കഴുകി വൃത്തിയാക്കി അപ്പോൾ തന്നെ കറി വെക്കുകയാണെങ്കിലാണ് ആ ഞണ്ടിൻ്റെ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റൊക്കെ കിട്ടുക. പിന്നെ ഈ ഞണ്ട് നല്ല മാംസമുള്ള ടൈപ്പ് തന്നെ നോക്കി വാങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലതിനുള്ളിൽ നല്ല കാമ്പ് ഉണ്ടാവില്ല, അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ച് വാങ്ങുമായിരിക്കും നല്ലത്. അപ്പോൾ ഇതിനെ അടച്ചു വെച്ച് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഈ സമയത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ഈ ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ട് അത് കുക്കായി വരട്ടെ. മൊത്തം ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. ആദ്യം ഒരു 5 മിനിറ്റ് ഒന്നങ്ങ് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് ഒരു ഇത്തിരി വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. 1/2 കപ്പ് തന്നെ മതിയാകും. ഇനി തീരെ തേങ്ങാപ്പാൽ എടുക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക് വേണമെങ്കിൽ 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ ഈ ഒരു തേങ്ങാപ്പാൽ കിടന്ന് വെന്ത് കുറുകി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ റോസ്റ്റിന് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് 1/2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്തുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കണം.
ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. മൊത്തം ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. കുറച്ചുകൂടെ വെന്ത് വരാൻ ബാക്കിയുണ്ട്. ഒരു 5 മിനിറ്റിന് വേവ് കൂടെ ഉണ്ട്. ഈ സമയത്ത് ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കുരുമുളക് ചേർക്കുകയാണെങ്കിൽ എരിവ് കൂടുകയൊന്നുമില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കൂടില്ല. പിന്നെ നിങ്ങൾക്ക് എരിവ് ഇത്തിരി കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ ഒക്കെ അളവ് കുറയ്ക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി കൂടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട് വറവിട്ട് ഒഴിക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് എടുത്താൽ മതി. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും കാര്യമായിട്ടൊന്നും ചേർത്തിട്ടില്ലല്ലോ. ഈ സമയത്ത് വെറുതെ ഒന്ന് ടേസ്റ്റ് വെക്കുന്ന സമയത്ത് പുളി കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം പുളി എടുത്ത് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള പുളി അത്യാവശ്യം നല്ല പുളി ഉള്ളതുകൊണ്ട് തന്നെ ഒരു പുളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 4-5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡിയാകും. ശരിക്കും നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും തേങ്ങാപ്പാലൊക്കെ കുറുകി നല്ലൊരു മണമായിരിക്കും ഈ സമയത്ത് ഉണ്ടാവുക. തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഞണ്ടും എല്ലാം കൂടെ ചേരുന്ന സമയത്ത് ഒരു പീസ് എടുത്ത് നോക്കുക അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു മാംസം വെന്തിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിത് ഓഫാക്കുക, കറക്റ്റ് വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ഇത്തിരി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ സെർവ് ചെയ്യുക. അപ്പോൾ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വറുത്തൊഴിക്കാം, അതായത് ഉള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ച് ഒഴിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് ഒരു 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കണം. ഇതിലേക്ക് ഒരു 5-6 ചെറിയുള്ളി, ചുവന്നുള്ളി ചെറുതായി മുറിച്ചതുകൂടെ ഇട്ട് കൊടുക്കാം. എണ്ണയുടെ അളവ് കുറയ്ക്കണം എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാം. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റ് നമ്മളെ റോസ്റ്റിന് തരുന്ന ഒരു സ്റ്റേജാണ് കേട്ടോ. ഉള്ളി മൂപ്പിച്ചിടുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുമ്പോൾ. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർത്താൽ മതി, കൂടുമൊന്നുമില്ല, കാരണം അത്രയ്ക്ക് സ്പൈസി ആയിട്ടില്ല ഇപ്പോൾ നമ്മുടെ കറി. അപ്പോൾ 1/2 ടീസ്പൂൺ ഈ സമയത്ത് ചേർക്കുകയാണെങ്കിൽ നല്ലൊരു മണം കിട്ടും, കറിക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. പിന്നെ ഇനി ഇതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത്. ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് നമ്മളെ റോസ്റ്റിലേക്ക് ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അത്യാവശ്യം ഒന്ന് വറവായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ലൊരു കളർ, ഈ ഒരു തേങ്ങയ്ക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്തിട്ട് ഒരു മിനിറ്റ് കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. മുളകിൻ്റെ പച്ചമണമൊക്കെ മാറി ആ തേങ്ങയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റിലായി വന്നിട്ടുണ്ടാവും ഇത്. ഇനിയിപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ള ഞണ്ട് റോസ്റ്റിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇത് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് മുകളിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയും ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ പ്ലേറ്റിലേക്ക് കഴിക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്ത് മുകളിലൂടെ ഇത്തിരി തേങ്ങ വറുത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പെപ്പർ ഞണ്ട് റോസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ഉള്ളിയും തക്കാളിയും വഴറ്റി പെട്ടെന്ന് മസാലപ്പൊടികളും ചേർത്ത് ഉണ്ടാക്കാം. പക്ഷേ കുറച്ചൊരു തേങ്ങാപ്പാലും തേങ്ങാക്കൊത്തും ഒരു ഇത്തിരി തേങ്ങ വറുത്തൊക്കെ കൂടെ ഇട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഞണ്ട് റോസ്റ്റായിട്ട് കിട്ടും നമുക്കത്. നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഞണ്ട് റോസ്റ്റ് റെസിപ്പിയാണിത്. നിങ്ങളപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്